വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, ദുൽമ് ചെയ്തവർ അദാബിനെ കാണുകയായാൽ അല്ലെങ്കിൽ കാണുന്ന സമയം എന്താ ജവാബ് പറഞ്ഞില്ല. എന്തുകൊണ്ട് ജവാബ് പറഞ്ഞില്ല? പണ്ഡിതന്മാർ പറഞ്ഞു വജവാബു ലൗ മഹ്ദൂഫുൻ, ലൗ എന്നതിൻ്റെ ജവാബ് കളയപ്പെട്ടു. അതെന്തിന്? ലിഖസ്ദി തഫ്ഖീമി വതഹ്വീലിൽ അംരി, ആ അദാബിൻ്റെ ഗൗരവത്തെ, ആ അദാബ് ഏറെ ഗൗരവപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, കാര്യം ഭീകരവും ബീഭത്സവുമാണ് എന്നത് ഉദ്ദേശിച്ചാണ് അത് പറയാതിരുന്നത്. ലിതദ്ഹബൻ നഫ്സു ഫീ തസ്വീരിഹി കുല്ല മദ്ഹബിൻ മുംകിനിൻ, ആ കാണുന്ന ശിക്ഷയെ കാണുന്ന സമയത്ത് ശിക്ഷയുടെ ഗാംഭീര്യം, ഗൗരവം അതേതൊക്കെ നിലക്ക് കോലപ്പെടുത്തണമോ അതെല്ലാം കോലപ്പെടുത്തുവാനാണ് അതവിടെ പറയാതിരുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനത്തെ പല ആയത്തുകളുമുണ്ട്. സൂറത്ത് അൻആമിൽ വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമികൾ മരണത്തിൻ്റെ സക്രാത്തിൽ കിടക്കുന്ന സമയം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, വൽ മലായികത്തു ബാസിതൂ ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടുന്നതായ ആ സമയം. ജവാബ് പറഞ്ഞിട്ടില്ല. വലൗ തറ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്താ? അത് ഭയാനകമായ ചില രംഗങ്ങളാണ്, ഭീകരമായ ചില അവസ്ഥകളാണ് എന്ന് വായിക്കാനാണത്. അതേപോലെ സൂറത്ത് അൻആമിൻ്റെ തന്നെ 27 വലൗ തറാ ഇദ് വുഖിഫൂ അലന്നാർ, നരകത്തിന്മേൽ അവർ നിർത്തപ്പെടുന്ന സമയം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്താ? അതെന്ത് എന്ന് പറഞ്ഞില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെ ഭീകരാവസ്ഥകൾ ചിന്തിക്കാനുണ്ടോ, ആലോചിക്കാണ്ട് അതൊക്കെയും മനസ്സിൽ വരാനാണ് ഈ ജവാബിനെ പറയാതിരിക്കുന്നത്. ഭാഷയിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ തന്നെ പറയില്ലേ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റാലുണ്ടല്ലോ എന്ന് പറയും, അല്പം ഈർഷ്യഭാവത്തിൽ. എഴുന്നേറ്റാൽ എന്ത് എന്നുള്ളത് പറയില്ല. കാരണം എന്താ? ആ എഴുന്നേറ്റാൽ ഇവിടെ പലതും നടക്കും, നിന്നെ ഞാൻ ഒതുക്കും, നിന്നെ ഞാൻ ഇരുത്തും, നിന്നെ ഞാൻ പിടിക്കും, നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും, ഇങ്ങനെ പലതും വായിക്കാനാണ് ആ പ്രയോഗം. അതുപോലെയാണ് ഇവിടെയും. അതുകൊണ്ടാണ് അവിടെ ജവാബ് പറയാതിരുന്നത്. ഇവിടെ ജവാബ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും അദാബ് കാണുന്ന ദിവസം എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അംബിയായിൻ്റെ 39-40 വചനങ്ങളിൽ ലൗ യഅലമുല്ലദീന കഫറു ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുന്നാർ വലാ അൻ ദുഹൂരിഹിം വലാ ഹും യുൻസറൂൻ ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതീഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ. ഇവിടെ എന്താ പറഞ്ഞത്? അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുന്നാർ, അവരുടെ മുഖത്തെ തൊട്ട് നരകത്തി അവർക്ക് തടുക്കാനാവുകയില്ല ആ ഒരു സമയം അറിഞ്ഞിരുന്നുവെങ്കിൽ, വലാ അൻ ദുഹൂരിഹിം, അവരുടെ മുതുകിനെ തൊട്ടും നരകത്തി തടുക്കാൻ അവരാകാത്ത സമയം അത് അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നരകത്തി മുന്നിലൂടെ നക്കി തുടക്കാൻ വരും, പിന്നിലൂടെയും നക്കി തുടക്കാൻ വരും. അപ്പോൾ അതിനെ ഒന്ന് ചെറുക്കാനാകാത്ത സമയം, അതാണ് അദാബ് കാണുന്ന സമയം. അദാബിലെത്തിയിട്ടല്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ബൽ തഅതീഹിം ബഗ്തഹ ഫതബ്ഹതുഹും, പൊടുന്നനെയായിരിക്കും അതവരിലേക്ക് വരിക, അതവരെ അമ്പരപ്പിച്ച് കളയും. ഫലാ യസ്തതീഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ, ആ നരകത്തീനെ ചെറുക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് ഇട നൽകപ്പെടുകയും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അദാബിനെ കാണുന്ന ആ സമയത്തെക്കുറിച്ച്. വറഅൽ മുജ്രിമൂന അന്നാറ ഫദന്നൂ അന്നഹും മുവാഖിഊഹാ വലം യജിദൂ അൻഹാ മസ്രിഫ, കുറ്റവാളികൾ നരകത്തീനെ കാണും, അവർ അതിലേക്ക് പതിക്കുകയാണ് എന്ന് അവർക്ക് ഉറപ്പാകും. വലം യജിദൂ അൻഹാ മസ്രിഫ, അതിൽ നിന്ന് വഴിമാറിപ്പോകാൻ, രക്ഷപ്പെടാൻ ഒന്നുമേ കാണാത്ത ആ അവസ്ഥ. നോക്കൂ നിങ്ങൾ, ശിക്ഷയെ കാണുന്ന സമയം, അതിൻ്റെ ഒരു വിഷയം അള്ളാഹു പറയുന്നത്. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ, നരകം അവരെ വിദൂര സ്ഥാനത്ത് നിന്ന് കാണുകയായാൽ, സമിഉ ലഹാ തഗയ്യുദ, ആളുകൾക്ക് നരകം കോപിച്ച് ഗർജിക്കുന്നതായി കേൾക്കാം. വസഫീറ, അത് ചൂളം വിളിക്കുന്നതും അവർക്ക് കേൾക്കാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതേപോലെ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദ് എന്നാണ്. അവർ ആ നരകത്തിലേക്ക് ഇടപെടുകയായാൽ, ഇടാൻ പോവുകയാണ്, അവർ ആ നരകത്തീനെ കാണുകയാണ്, അതിലേക്ക് അവർ വീഴ്ത്തപ്പെടാൻ പോവുകയാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. സമിഉ ലഹാ ശഹീഖ വഹിയ തഫൂർ, കോപിച്ചിളകി. ഇദാ ഉൽഖൂ ഫീഹാ, അവർ അതിലേക്ക്
ഇടപെടുകയായാൽ, തള്ളപ്പെടുകയായാൽ സമിഉ ലഹാ ഷഹീഖ, അതിനൊരു ഗർജനം അവർക്ക് കേൾക്കാം എന്നാണ്. വഹിയ തഫൂർ, അത് തിളച്ച് ഇളകി മറിയുന്ന അവസ്ഥയിൽ. തകാദു തമയ്യസു മിനൽ ഗൈദ് എന്നാണ്, കോപം കാരണത്താൽ അത് പിളർന്ന് മുറിഞ്ഞു പോകുമാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. നരകത്തിലേക്ക് വീഴ്ത്തപ്പെടാൻ പോവുകയാണ്, ശിക്ഷ അവർ കാണുകയാണ്. ആ ഹാലിൽ നരകത്തിൻ്റെതാണ് ഈ പറയുന്നത് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇങ്ങനെ പല വചനങ്ങളും. വഇദാ റഅല്ലദീന ളലമുൽ അദാബ ഫലാ യുഖഫഫു അൻഹും വലാ ഹും യുൻദറൂൻ, അക്രമികൾ അല്ലദീന ളലമു ദുൽമു ചെയ്തവർ അദാബിനെ കാണുകയായാൽ, വഇദാ റഅല്ലദീന ളലമുൽ അദാബ് എന്താ, ഫലാ യുഖഫഫു അൻഹും, അവർക്ക് ലഘൂകരണമില്ല, വലാ ഹും യുൻദറൂൻ, അവർക്ക് കാലതാമസം നൽകപ്പെടുകയും ഇല്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, ദുൽമു ചെയ്തവർ അദാബിനെ കാണുന്ന ആ സമയം അവർ അത് കണ്ടിരുന്നുവെങ്കിൽ, അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താ കാഴ്ച? അതിവിടെ പറഞ്ഞില്ല. പക്ഷെ വിശുദ്ധ ഖുർആനിൽ മറ്റു പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതുപോലത്തെ വചനങ്ങളിൽ ചിലയിടത്ത് പറഞ്ഞില്ല. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞ വചനങ്ങൾ നമ്മൾ കേട്ടല്ലോ. കാഴ്ചയുടെ വൈവിധ്യങ്ങൾ, ഭീകരമായ വ്യത്യസ്ത അവസ്ഥകൾ, ഭീകരമായി കേൾക്കാനുള്ളത്, ഭീതിജനകമായി കാണാനുള്ളത്, അപകടകരമാം വിധം അനുഭവിക്കാനുള്ളത്. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതൊക്കെയും ഈ ജവാബായി ഇവിടെ മനസ്സിലാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ജവാബിനെ വ്യംഗ്യമാക്കിയത്, വ്യക്തമാക്കാതെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്.